ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ എൻ്റെ മുന്നിൽ വേറൊരു പുഴുവാടി, എവിടെയോ എങ്ങാണ്ടോ എങ്ങനെയോ കിടന്ന ഒരു സ്ത്രീ പെറ്റ എച്ചൽ കൂനയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ജന്തുവല്ലേടി എന്നൊക്കെ ചോദിക്കുമ്പം അതെങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ മേഡം, പക്ഷേ എനിക്ക് നെടുമ്പുരക്കൽ ബാലചന്ദ്ര മേനോൻ എന്ന ആളിനെ അച്ഛ എന്ന് വിളിക്കാനുള്ള ലൈസൻസ് അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ടെന്ന് അലീന പറഞ്ഞു. ലൈസൻസ്? എൻ്റെ മക്കളെല്ലാം ആ ലൈസൻസ് കൊണ്ടാടി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. നിനക്ക് ഇന്നലെയല്ലേ കിട്ടിയത്? അതും ആരെങ്കിലും തരണ്ടേടി. എന്ത് ലൈസൻസ് അടി അത്? ദത്തുപുത്രി പന്നിയേലി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ പറയുമ്പം അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് അലീന പറഞ്ഞു. എനിക്ക് ആ ലൈസൻസ് എടുത്ത് തരുന്നതിൽ മേഡത്തിന് നല്ല പങ്കുണ്ട്. താങ്ക് യു മേഡം എന്ന് അലീന പറയുമ്പോൾ പിന്നെ താങ്ക് യു പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന്, എത്ര പറഞ്ഞാലും നാണമില്ലാത്ത ജന്തു എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ നിന്ന് ആക്ഷേപിക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ മേഡം അങ്ങനെ വഴക്ക് പറയുമ്പോൾ വലിയ സങ്കടമായിരുന്നെന്നും രാത്രിയിലൊക്കെ കിടക്കുമ്പം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എൻ്റെ അവസ്ഥ എന്താണെന്നോർത്ത്. ഇപ്പോഴും എനിക്ക് അതേ സങ്കടവും കണ്ണീരും ഒക്കെ ഉണ്ടെന്ന് അലീന പറയുക. പക്ഷെ എന്നെ ഓർത്തിട്ടല്ല, മേഡത്തെ ഓർത്താണ് എന്ന് അലീന പറയുക. അതും പറഞ്ഞ് അലീന അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ വൈജ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എന്നിട്ട് വൈജ അകത്തേക്ക് കയറിപ്പോയി. അലീന എന്നിട്ട് അവിടെ അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും വൈജ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുക ചുറ്റിനും. അപ്പോൾ എന്തോ എടുക്കാനൊക്കെ ആയിട്ടുള്ള മട്ടുമാതിരിയിൽ ആശാത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അലീന ഇങ്ങനെ നോക്കൂ മേഡം എന്താ ചെയ്യുന്നത്. അപ്പോൾ സ്വയം പാചകത്തിന് കയറിയതാ. അപ്പോൾ മേഡം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനിവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് അലീന പറഞ്ഞു. സാമ്പാറിൽ കടുക് താളിച്ചിട്ടാൽ മാത്രം മതി, എല്ലാം റെഡിയാണെന്ന് അലീന പറഞ്ഞു. എനിക്കും എൻ്റെ മക്കൾക്കും അത് വേണ്ട എന്ന് വൈജ പറയൂ കേട്ടോ. സാമ്പാറും കീമ്പാറും നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതെല്ലാം നീ നിന്റെ വളർത്തച്ഛനും കൂടെ അങ്ങ് വെട്ട് വിഴിഞ്ഞാൽ മതിയെന്ന് വൈജ അലീനയോട് പറയാം. അന്നേരം മേഡം ഇത് മോശം കേട്ടോ ഈ ചെയ്യുന്നേ. മേഡത്തിന് എന്നെയല്ലേ ഇഷ്ടമല്ലാതായിട്ടുള്ളൂ. ഞാനുണ്ടാക്കിയ ഭക്ഷണത്തിന് ഇപ്പം എന്താ കുഴപ്പം? അതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല ഞാൻ എന്ന് അലീന പറയുമ്പം നീ മിണ്ടരുതെന്ന് വൈജ അലീനയോട് പറയുക. എവിടെയോ ജനിച്ച് ഇവിടെ തെണ്ടി കയറുവന്ന വിഷവിത്താ നീ. നീ ഉണ്ടാക്കുന്നതെല്ലാം വിഷം തന്നെയായിരിക്കുമെന്ന് അലീനയുടെ മുഖത്ത് നോക്കി വൈജ പറയുക. വന്നു കയറി അന്ന് തന്നെ നിന്നെ പറപ്പിക്കേണ്ടതായിരുന്നു എന്നും വൈജ പറയുന്നു. പാവം നടിച്ചു നിന്ന് സഹതാപം പിടിച്ചു പറ്റി. ആദ്യം അമ്മയെ നീ വശത്താക്കി, പിന്നെ മനുവിനെ വശത്താക്കി, കൃഷ്ണയെയും ബാലചന്ദ്രനെയും വശത്താക്കി. ആട്ടി ഇറക്കി വിട്ടിട്ട് അട്ടയെ പോലെ കടിച്ച് തൂങ്ങി നിന്ന് ഇപ്പൊ ആരും മകളുമായില്ലേ എന്ന് വൈജ അലീനയോട് ചോദിക്കുവാണേ. നിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി എൻ്റെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാമെന്ന് നീ വിചാരിച്ചോടി? അതാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു. ഈ സംസാരം കേട്ടെ. അപ്പം അമ്മ നിന്നങ്ങ് സംസാരിച്ച് കയറുന്ന മോള് കേൾക്കുക. വൈജയന്തി ഒരാളെ വെറുത്തതാ. ബാലചന്ദ്രനെ കൂട്ടുപിടിച്ച് എൻ്റെ തലയ്ക്ക് മീതെ കയറി നിൽക്കാവുന്നുള്ള നിന്റെ ആ ഭാവം ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് വേണ്ട. നീ വേവിച്ച് വെക്കുന്ന ഒരു അരിമണി പോലും എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ട എന്ന് വൈജ പറഞ്ഞു. നേരം ഇതൊക്കെ കണ്ട് കൃഷ്ണ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. കൃഷ്ണേ, നീ ആ സാമ്പാർ പൗഡർ എവിടെയാന്ന് വെച്ചാൽ എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണ അടുക്കളയിലേക്ക് ചെന്നു. അന്നേരം അലീന പറഞ്ഞു, മോളെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതാ മേഡം, വെറുതെ വാശി കാണിക്കരുതെന്ന് അലീന പറഞ്ഞു. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേടി എന്ന് വൈജ നമ്മുടെ കൃഷ്ണയോട് ദേഷ്യപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് എന്താ വട്ടായോ എന്ന് ചോദിച്ചു കൃഷ്ണ. സാമ്പാർ ചേച്ചി ഉണ്ടാക്കിയെങ്കിൽ പിന്നെ ഇതിനെ വീണ്ടും ഇതിന് മെനക്കെടുന്നേ? അതെന്താ കൊള്ളത്തില്ലേ? ചേച്ചി നന്നായിട്ടാണല്ലോ ഉണ്ടാക്കാറെന്ന് കൃഷ്ണ പറഞ്ഞു. അപ്പോൾ ഇവളുണ്ടാക്കിയതൊന്നും ഇനി നിങ്ങൾ ആരും കഴിക്കണ്ട എന്ന് വൈജ കൃഷ്ണയോട് പറയുക. അന്നേരം കൃഷ്ണ ഇങ്ങനെ അലീനയെ നോക്കി. നിങ്ങൾക്ക് വെച്ച് വിളമ്പി തരാൻ ഓരോ ദത്തുപുത്രിയും വേണ്ട, ഞാൻ ഉണ്ടാക്കും, ഞാനും എൻ്റെ മക്കളും കഴിക്കും എന്ന് വൈജ പറയുമ്പോൾ കൃഷ്ണ അപ്പോൾ അച്ഛനോ എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഉണ്ടാക്കുന്നതൊന്നും നിന്റെ അച്ഛന് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ടെന്ന് അച്ഛൻ്റെ പുതിയ മോള് വെച്ചു കൊടുത്തോളൂ എന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണ ചെന്ന് വൈജയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അമ്മേ എന്താ അമ്മയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഇതെന്തിനാ രണ്ടടുക്കളയിലേക്ക് മാറ്റുന്നത്? അന്നേരം കൃഷ്ണേ നീ നിന്റെ പാട് നോക്കി പോകാൻ പറഞ്ഞു. കഴിക്കാറാവുമ്പോൾ ഞാൻ വിളിക്കും, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. പോയിരുന്നു എല്ലാം പഠിക്കാൻ നോക്കാൻ പറഞ്ഞു. പഠിക്കാൻ നോക്കാം. പഠിക്കാനായിട്ട് പുസ്തകം തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരുന്നാൽ മാത്രം മതിയോ എന്ന് ചോദിച്ചു. തലയിലേക്ക് വല്ലതും കയറണ്ടേന്നും കൃഷ്ണ വൈജയോട് ചോദിക്കുക. മനസ്സമാധാനം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അപ്പം ഞാനാണോ നിന്റെ മനസ്സമാധാനം നശിപ്പിക്കുന്നത്? അപ്പം പിന്നെ ആരാന്ന് മോൾ അമ്മയോട് ചോദിക്കുക. അന്നേരം കൃഷ്ണമോളെ വേണ്ടാന്ന് അലീന പറഞ്ഞു. ഇനി നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട, മേഡം എന്നോടുള്ള വിരോധം തീർക്കുന്നതാണെന്ന് അലീന പറയൂ കേട്ടോ. അന്നേരം കൃഷ്ണ ഇങ്ങനെ അലീനയെയും അമ്മയെയും നോക്കുവാണ്. അപ്പോൾ അലീന വൈജയോട് പറഞ്ഞു, മേഡം ഒന്ന് മനസ്സിലാക്കണം, എന്നോട് എത്ര വിരോധം കാണിച്ചാലും എത്ര വെറുത്താലും ഒരു തരി പോലും വിദ്വേഷം എനിക്ക് മേഡത്തിനോടില്ല. ഒരിക്കലും അതുണ്ടാവുകയില്ല എന്ന് അലീന പറഞ്ഞു. കാരണം എന്താണെന്ന് മേഡത്തിന് അറിയാവൂന്ന് ചോദിച്ചു. വൈജ ഇങ്ങനെ നോക്കുക. ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരും എന്നെങ്കിലും ഒരു ദിവസം എന്ന് അലീന വൈജയോട് പറയുക. അന്നേരത്തേക്കും കൃഷ്ണ ഇങ്ങനെ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ്. അലീന അവിടെ നിന്ന് അന്നേരം പോവുകയും ചെയ്തു. അത്രയും പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോയപ്പോൾ വൈജു ഇങ്ങനെ നോക്കുക കേട്ടോ. അലീന ചേച്ചി പറഞ്ഞതാ ശരിയെന്ന് കൃഷ്ണ വൈജയോട് പറയുക. അമ്മ വാശി കാണിച്ച് വിജയിക്കാൻ നോക്കുന്നത് ആരോടൊക്കെയാണെന്ന് അമ്മ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണയും അവിടെ നിന്ന് അങ്ങ് പോയി.
കൃഷ്ണ അവിടെ നിന്ന് പോയപ്പം വൈജ അരിയൽ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നു മേശപ്പുറത്ത് വെച്ച് കൃഷ്ണമോളേ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. കൃഷ്ണയെ അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചു. കൃഷ്ണ വന്നു ചോറെടുത്ത് വെച്ചു. ബബിയെ രോഹിയും കൂടെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. കൃഷ്ണ ചെന്നു അവരെ വിളിച്ചു. അലീന അന്നേരം അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മേഡം ചോറും മാത്രം ഞാൻ വെച്ചത് എടുക്കാതിരുന്നാൽ പോരെ മേഡം എന്ന് ചോദിച്ചു അലീന. അപ്പം നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ തേങ്ങാ ചമ്മന്തി പോലും വേണ്ട എന്നും എനിക്ക് എൻ്റെ മക്കൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചോറ് എടുത്തുകൊണ്ട് പോകുമ്പം മേഡത്തിൻ്റെ തോരൻ ഞാൻ കഴിഞ്ഞാൽ വെട്ടും എന്ന് പറഞ്ഞ് അലീനയോട് പറയുവാണ് വൈജ. അലീന അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മകൻ കൈയൊക്കെ കഴുകി നല്ല മിടുക്കനായിട്ട് വന്നിരിക്കുന്നു. അലീന ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. മുടിയൊക്കെ സെറ്റാക്കി മോനിരിക്കുന്നു. അപ്പോഴത്തേക്ക് അടുത്ത മോള് വന്നു. അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലേക്ക് വിളമ്പുന്നു, ഒഴിക്കുന്നു, എടുക്കുന്നു, കഴിക്കുന്നു. ഭയങ്കര ധൃതി. അന്നേരം ഇതെടുത്ത് വായിലേക്ക് വെച്ചപ്പോഴത്തേക്കും ഭവതി ചോദിച്ചു ഇതൊക്കെ ആരുണ്ടാക്കിയതാ എന്ന്. അപ്പം ഞാൻ എന്താ അടിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭവതി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ കറിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഇത്ര ഉള്ളോ, ഫിഷ് കറിയും ഫ്രൈ ഒന്നും ഇല്ലേ എന്ന് ബബിത ചോദിച്ചു. മീൻ വാങ്ങിച്ച് തന്നാൽ നിനക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കതിന് നേരമില്ല എന്ന് പറഞ്ഞു ബബിത അമ്മയോട്. അപ്പോഴത്തേക്കും കൊണ്ടുവന്ന് കൃഷ്ണയ്ക്ക് ചോറ് വിളമ്പുക. അപ്പോൾ കൃഷ്ണയ്ക്ക് ചോറ് വിളമ്പിയപ്പം ഈ കറി മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാമ്പാർ മാത്രമേ വെച്ചിട്ടുള്ളൂ, അത് പോരെ എന്ന് മകനോട് അമ്മ ചോദിച്ചു. മതി, ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് രോഹി അന്നേരം പറയൂ കേട്ടോ. അലീന ഉണ്ടാക്കുന്നതൊന്നും എൻ്റെ മക്കൾ തിന്നണ്ട, അവൾ ഇവിടുത്തെ സെർവൻ്റ് അല്ല എന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് എല്ലാവരും കേട്ടതല്ലേ എന്ന് ചോദിച്ചു. ഇവിടെ പെൺമക്കളില്ലാഞ്ഞിട്ട് ബാലചന്ദ്രൻ പോയി ദത്തെടുത്തുകൊണ്ട് വന്ന് മകളായി അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ നിന്ന് മക്കളുടെ മുന്നിൽ പറയുമ്പോൾ കൃഷ്ണയ്ക്ക് ചിരി വന്നു. കൃഷ്ണ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചു. അന്നേരം എന്നെ അടി നീ ഇളിക്കണേ നമ്മ മോളോട് ചോദിക്കുവാണ്. ഒന്നുമില്ല എന്ന് കൃഷ്ണ പറഞ്ഞു കേട്ടോ. അലീന റാണി തമ്പുരാട്ടി തൃക്കൈ കൊണ്ട് പാകപ്പെടുത്തുന്ന ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയൊന്നും നമുക്ക് ആർക്കും ഇല്ല എന്ന് വൈജ പറയാം. അത് അച്ഛൻ തീരുമാനിച്ച് മകൾ തമ്പുരാട്ടി മാത്രം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞു. അന്നേരവും കൃഷ്ണ ചിരിച്ചു. അയ്യോ അമ്മ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. കൃഷ്ണ പറഞ്ഞു. എന്നിട്ട് അമ്മ ഉണ്ടാക്കിയ കറി കൃഷ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അയ്യ ഇതെന്നാ അമ്മേ ഇതിന് ഉപ്പ് കൂടിപ്പോയെന്ന് കൃഷ്ണ പറഞ്ഞു. വേണമെങ്കിൽ കഴിച്ചാൽ മതി, കുറ്റം പറയാൻ വന്നേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് പോകട്ടെ, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, വായി വെക്കാനും കൊള്ളത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബിതയൊക്കെ എടുത്ത് ഇങ്ങനെ വായിൽ വെക്കുകയാണ്. ചേച്ചിയും അടുത്ത് വന്നിരുന്നു, പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോഴത്തേക്കും ബബിത ഇങ്ങനെ അതിലേക്ക് നോക്കുക എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോയെന്ന്. അപ്പം മക്കളിത് കഴിക്കാതിരിക്കുന്നത് അമ്മ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മക്കൾക്കാണെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുന്നില്ല. മക്കളാണെങ്കിൽ ഞാൻ നോക്കട്ടെ കിച്ചണിൽ വേറെ വല്ല കറി ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ എഴുന്നേൽക്കുമ്പം വേറെ ഒന്നുമില്ല, മര്യാദയ്ക്കിരുന്ന് കഴിക്കടി, കഴിച്ചിട്ട് ഏറ്റു പോടിയെന്ന് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ എന്ന്. ചേടാ എനിക്ക് കിച്ചണിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കൃഷ്ണ അടുക്കളയിലേക്ക് ചെന്നു കേട്ടോ. അപ്പോഴത്തേക്കും ബബിത ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇരിക്കും, അതുപോലെ തന്നെ രോഹിത്തും. ആ സമയത്ത് ചേച്ചി എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കൃഷ്ണ. അപ്പം നീ നോക്കിക്കോടി എന്ന് അലീന പറഞ്ഞു. അപ്പോൾ ഫിഷ് ഫ്രൈ, തോരൻ, സാമ്പാർ, ഇഷ്ടം പോലെ കറികൾ. അപ്പോൾ അയ്യോ ചേച്ചി അതെന്ത് കറിയാന്ന് ചോദിച്ചു. അപ്പോൾ അത് മോര് കറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അടിപൊളി, ഞാൻ എടുത്തോട്ടെ കുറച്ചെന്ന് ചോദിക്കുമ്പം ഒരടി ഞാൻ വെച്ച് തരും കേട്ടോ. എന്ത് ചോദ്യം അടി ചോദിക്കുന്നേ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ മോളെ ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അലീന ചോദിച്ചു. എന്നൊരു പ്ലേറ്റിലോട്ട് വിളമ്പി തായോ എന്ന് കൃഷ്ണ പറഞ്ഞു. അലീന അത് വിളമ്പി കൊടുത്തു. ആ ചോറുമായിട്ട് കൃഷ്ണ വന്ന് അടുക്കളയിൽ ഇരിക്കുക, ഡൈനിങ് ടേബിളിൽ ഇരിക്കുക. അപ്പോഴേക്കും അലീനയുടെ കറി മേശപ്പുറത്തേക്ക് വന്നു. വൈജയ്ക്ക് അത് ഭയങ്കര പ്രശ്നമായി. വൈജ ഇങ്ങനെ ഭയങ്കര തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബബിതയും ഈ പറയുന്ന നമ്മുടെ രോഹിത്തും ഒക്കെ. അപ്പോൾ കറികളെല്ലാം കൂടെ കണ്ടപ്പോഴേ പിടിവിട്ടുപോയി. രോഹിത്തിന് ഭയങ്കര കലിപ്പ് കൃഷ്ണയോട്. അപ്പോൾ കൃഷ്ണ ആ കറിയൊക്കെ കൂട്ടി ചോറുണ്ണാൻ നോക്കുന്നു. അപ്പോൾ ഇഷ്ടം പോലെ കറികൾ അടുക്കളയിൽ ഇരിപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും പോയി എടുത്ത് കഴിക്കാമെന്ന് കൃഷ്ണ പറയൂ കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ ആർക്ക് വേണ്ടിയാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് രോഹിത് ചോദിച്ചു. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഇത് കഴിക്കാം, നോ പ്രോബ്ലം എന്ന് കൃഷ്ണ പറഞ്ഞു. ഞാൻ ആ പ്ലേറ്റിലോട്ട് തുപ്പും, നീ ഒന്ന് കഴുകി കാണട്ടെ എന്ന് രോഹിത് പറയുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞു നമ്മുടെ കൃഷ്ണ ഒച്ചത്തിൽ വിളിച്ചു. അച്ഛാ ഇങ്ങോട്ടൊന്ന് വരണേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ വിളിച്ചപ്പോഴത്തേക്കും ബബിതയ്ക്ക് പേടിയായി. അതുപോലെ രോഹിത്താണെങ്കിലും ഒരൊറ്റ ഇരിപ്പ് അവിടെ. രോഹിത്തിന് പിന്നെ മിണ്ടാനൊന്നും പറ്റുന്നില്ലല്ലോ. വൈജ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം. കൃഷ്ണയെ തുറിച്ചു നോക്കിയാ വൈജ ഇരിക്കുന്നത്. അപ്പോൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് രോഹിത്ത് കൃഷ്ണയോട് പറഞ്ഞു. അന്നേരത്തേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെ? അപ്പോൾ ഒന്നുമില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ അവിടെ ഇരുന്ന് കഴിക്കാൻ നോക്കാം. എൻ്റെ അച്ഛൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ കൊണ്ടാണ് ആ ഇരിക്കുന്നതും ഈ ഇരിക്കുന്ന സാധനങ്ങളും എല്ലാം കുക്ക് ചെയ്തത്. ഇതെൻ്റെ ചേച്ചി ഉണ്ടാക്കിയ കറികളാണ്. ഇതിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് പറയുമ്പം കരിങ്കാലി ഇതവരുടെ എങ്ങനെ തല തിരിഞ്ഞു പോയി എന്ന് വൈജ ചോദിച്ചു. അപ്പോൾ എൻ്റെ അല്ല തല തിരിഞ്ഞത്, നിങ്ങളുടെ 3 പേരുടേതുമാണെന്ന് കൃഷ്ണ അന്നേരം പറഞ്ഞു വൈജയോട്. രോഹിത്തിന് ഭയങ്കര കലിപ്പ്. അപ്പോൾ അലീന ഇങ്ങനെ ഭയങ്കര
ഇതായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ബബിതയ്ക്കും ഭയങ്കര ദേഷ്യം. ആ കറിയൊക്കെ വേണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ലല്ലോ. അമ്മയോട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, അമ്മ ഇങ്ങനെ ചീപ്പാകരുതെന്ന്. ഓരോ ദിവസം കഴിയുന്തോറും മതപ്പതിച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് കൃഷ്ണ വൈജയോട് പറഞ്ഞു. വീട്ടിൽ 2 തരം പാചകം, 2 തരം വിളമ്പൽ, 2 ഗ്രൂപ്പ്, നാണല്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ വായടക്കടിയെന്നും പറഞ്ഞുകൊണ്ട് വൈജ ചാടിയങ്ങ് എഴുന്നേറ്റു. നേരെ ചെകിടിയാൻ അടിച്ച് പൊട്ടിക്കുമെന്നും പറഞ്ഞു, അഹങ്കാരി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയോട് ചുമ്മാ തട്ടിക്കയറുമോ വൈജ. കൂട്ടത്തിൽ നിന്നോട് കുതികാല് വെട്ടിയതും പോരാഞ്ഞ് നീ എന്നോട് കുരയ്ക്കുന്നോടി എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. അന്നേരത്തേക്കും കൃഷ്ണ ഈ ഫുഡും എടുത്ത് നേരെ അടുക്കളയിലേക്ക് പോയി. കൃഷ്ണ അടുക്കളയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ വൈജ ഇങ്ങനെ ഉണ്ടക്കണ്ണം തുറച്ചു പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. തോറ്റു വൈജ, അലീനയുടെ മുന്നിൽ തോറ്റു എന്നുള്ളൊരു ഭാവമാണ് ഈ നിൽക്കുന്ന നമ്മുടെ വൈജയ്ക്ക്. അലീന ഇതൊക്കെ കണ്ട് ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. അലീനയെ അടുക്കളയിലേക്ക് കയറിപ്പോയി. അലീന അടുക്കളയിലേക്ക് കയറിപ്പോയി ചെന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് കൃഷ്ണയെ വിളിച്ചു കേട്ടോ. അപ്പോൾ സാരമില്ലെന്നേ, ദേ മോള് സങ്കടപ്പെടലേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അയ്യോടാ എൻ്റെ കൊച്ചിന് സങ്കടം വന്നോ, അത് പോട്ടേന്നേ, എൻ്റെ മോള് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കൃഷ്ണ. എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പെണങ്ങല്ലേടെ മോനെ എന്ന് അലീന ഇളയ കൊച്ചിനോട് പറയുക. അങ്ങനെ കൃഷ്ണയ്ക്ക് വേണ്ടുന്നതൊക്കെ അലീന പിന്നെ എടുത്തു കൊടുക്കുക. കൈയൊക്കെ കഴുകി അലീന തന്നെ എടുപ്പിച്ച് കൊടുക്കുക. ദേ ഇത് കഴിക്കാതിരുന്ന അടി കൊള്ളും, കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ കൊച്ചു പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അലീന ആ ഫുഡും എടുത്ത് അതിൻ്റെ പിന്നാലെ ചെല്ലുക. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് വാരി കൊടുക്കുക. അപ്പോൾ കരയരുത്, നോക്കിക്ക് കരയരുത്, തൊണ്ടയിൽ വിൽക്കും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ കൃഷ്ണയോട് പറയാം. കൃഷ്ണ ഈ ചോറ് മേടിച്ച് കഴിച്ചുകൊണ്ട് നിന്ന് കരയുക കേട്ടോ. അങ്ങനെ അലീന വാരി കൊടുത്ത ചോറും കഴിച്ച് നമ്മുടെ കൃഷ്ണ അവിടെ അങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ കരയല്ലേടെ പൊന്നേന്ന് പറഞ്ഞ ചേച്ചിയുടെ കുഞ്ഞനിയത്തിക്കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന കൃഷ്ണയോട് പറയുമോ. അല്ലേ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ എന്നൊക്കെ അലീന ഇങ്ങനെ കൊച്ചിനോട് ചോദിച്ചു. അപ്പോഴേക്കും ചങ്ക് പൊട്ടിപ്പോവുക നമ്മുടെ കൃഷ്ണയെ. അന്നേരത്തേക്ക് ഒരൊറ്റ കരച്ചിൽ. അലീനയാണെങ്കിൽ അതിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ. അന്നേരത്തേക്കും മകൻ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് വന്നു, കൃഷ്ണയും വന്നു. എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് കൃഷ്ണ ചോദിക്കുക കേട്ടോ. അന്നേരം നീ ആരുടെ സൈഡാന്ന് ചോദിച്ചു. സൈഡോ? എന്നാ സൈഡ്? അമ്മയുടെ കൂടെയാണോ അതോ മറ്റവളുടെ കൂടെയാണോ എന്നാ ചോദിച്ചത്. എവിടെയാണോ ന്യായം ശരി അവിടെയാണ് ഞാനെന്ന് കൃഷ്ണ അന്നേരം പറഞ്ഞു. അല്ലാതെ ആരുടെ സൈഡൊന്നും പിടിക്കാൻ എന്നെ കിട്ടത്തില്ല എന്നും കൃഷ്ണ പറഞ്ഞു കേട്ടോ. പിടിക്കേണ്ടി വന്നാൽ പിടിക്കണോടി, കഴുതക്കാല് പിടിക്കേണ്ടി വന്നാൽ അതും പിടിക്കണമെന്ന് ഈ രോഹിത്ത് പറയാം. അപ്പം അതിൻ്റെ ആവശ്യം വരട്ടെ. അപ്പം നീ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതിയെന്നും വലിയ നിഷ്പക്ഷ ഇതൊന്നും ചമയം നിൽക്കണ്ട, ഞങ്ങൾ അമ്മയുടെ കൂടെയാണെന്ന് രോഹിത്ത് പറയുമ്പം അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് രോഹിയുടെ വിചാരമെന്ന് ചോദിച്ചു. അപ്പം നീ അങ്ങനെ തെറ്റും ശരിയൊന്നും നോക്കണ്ട, അതിനുള്ള പ്രായം ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത്തിന് ആ പ്രായം ആയിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്ക് ആ പ്രായമായി എന്ന് നമ്മുടെ കൃഷ്ണ രോഹിത്തിനോട് പറയുക. ഇത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ഭയങ്കര ദേഷ്യം അനിയത്തിയോട്. തെറ്റും ശരിയും കണ്ടാൽ എനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. മറ്റോളുണ്ടാക്കുന്നതിന് നിനക്ക് നാണോ ഇല്ലേടി എന്ന് രോഹിത്ത് ചോദിക്കുമ്പം ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് വേർതിരിവൊന്നും ഇല്ലാന്നും രുചിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കുമെന്ന് കൃഷ്ണ പറഞ്ഞു. എന്നെ തടയാൻ വന്നാൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അപ്പം അതിൻ്റെ കാരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് കൃഷ്ണയുടെ നേരെ കൈ ഓങ്ങി. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചോളാൻ പറഞ്ഞു. അപ്പം ന്യായം പറയണം, ചേട്ടനാണെങ്കിലും ശരി ചേച്ചിയാണെങ്കിലും ശരി, അല്ലാതെ ഞാൻ കേൾക്കില്ല എന്ന് കൃഷ്ണ പറയുവാണ്. തെറ്റ് പറഞ്ഞു തരികയല്ല വേണ്ടതെന്നും പറഞ്ഞു. നീ ഇനി അവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ കാണാനൊന്നുമില്ല, വെറുതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ അവിടെ നിന്ന് അങ്ങ് പോയി. കൃഷ്ണ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. കാണിച്ച് കൊടുക്കാൻ ഞാൻ എന്നും പറഞ്ഞു രോഹിത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ബാലൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നു. അന്നേരത്തേക്ക് അലീന ചായ ആയിട്ട് വന്നു. അപ്പോൾ ബാലൻ ഇങ്ങനെ അകത്തേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു അലീനയെ. ശരി, അത് തന്നെയാണ് നല്ലത്, അത് നോക്കിയിട്ട് വിളിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും അലീന കൊടുത്ത ചായ കുമാരി അലീന ബാലചന്ദ്രൻ എന്തിനാണാവോ വന്നതെന്ന് ചോദിച്ചു. അന്നേരം ഒരു ചെറിയ സങ്കടം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. കിച്ചണിൽ ഇപ്പോൾ 2 തരം പാചകമാണെന്ന് പറഞ്ഞു. എന്താ ഞാൻ ചെയ്യണ്ടേന്ന് അലീന ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലൻ പുതിയ കുക്കിനെങ്ങാനും രംഗപ്രവേശനം നടത്തിയോ? അപ്പോൾ അകത്തുനിന്നാണോ അതോ പുറത്തുനിന്നാണോ എന്ന് ബാലൻ ചോദിച്ചു. അപ്പം മേഡം കുക്കിങ് തുടങ്ങിയെന്ന് പറയുമ്പോൾ മേഡത്തിന് പണ്ടേ നീ ഉണ്ടാക്കുന്ന ആഹാരം വേണ്ടല്ലോ, മക്കൾക്കുള്ളത് മേഡം ഉണ്ടാക്കി കൊടുത്തോളാമെന്നാ പറയുന്നതെന്ന് പറയുമ്പോൾ കൊടുക്കട്ടെ, അവരത് കഴിക്കട്ടെ, കൃഷ്ണമോൾക്ക് ഞാൻ കുക്ക് ചെയ്യുന്നത് മതിയെന്ന് പറഞ്ഞു. അപ്പം അവർ 3 പേര് നമ്മൾ 3 പേര്, കുഴപ്പമില്ലല്ലോ, ഇതൊക്കെ ഒരു സ്ട്രെങ്ത് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛാ ഇത് നിസ്സാരമായിട്ട് കാണരുതെന്ന് അലീന പറയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യാനാ മോളെ, വഴക്കുണ്ടാക്കാൻ പോണോ? അയ്യോ വേണ്ട വഴക്കൊന്നും ഉണ്ടാക്കണ്ട, കുറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ മടുത്തിട്ട് അവർ തന്നെ ഇട്ടിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. മേഡം വാശി കണ്ടിന്യൂ ചെയ്യുന്ന അലീന പറയുമ്പം ഞാൻ പറഞ്ഞത് രോഹിയുടെയും ബബിതയുടെയും കാര്യമാണ്. അവരെത്ര നാൾ സഹിക്കും വൈജയുടെ പാചകം? ഈ മത്സരത്തിൽ അവർക്കൊന്നും ഇഷ്ടമല്ലേ വരാൻ പോണതെന്ന് ചോദിച്ചു.
അവർക്ക് പറയാമല്ലോ അമ്മയെ ഞങ്ങൾ അമ്മയുടെ ഫുഡ് കഴിച്ചു മടുത്തു, ഇനി നിർത്തിക്കോന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പം പറയുമായിരിക്കും അല്ലേ എന്ന് അലീന ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലൻ ഒന്ന് ചിരിച്ചു. ഇതിനെല്ലാം ഓരോരോ സമയമുണ്ട്. ഇതൊക്കെ ഓരോരോ സമര പരിപാടികളാണ്. വിക്കറ്റ്, ഖരാവോ, സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് പോലെ ഓരോരോ ഐറ്റംസ്. നീ അത്രയും കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇതൊന്നും കണ്ട് നീ വിരളാനും പോകണ്ട, മനസ്സിലായോ? ഇതെല്ലാം ഒരു കൗതുക കാഴ്ചകളായിട്ട് അങ്ങ് കണ്ടാൽ മതി, അപ്പം തീർന്നു പ്രശ്നം. എന്നാലും എനിക്കൊരു വിഷമമാണെന്നും ഇതെല്ലാം കാണുമ്പോൾ നീ അങ്ങോട്ടൊന്നും കൂടുതൽ ശ്രദ്ധിക്കാനേ പോകണ്ടെന്ന് ബാലൻ പറഞ്ഞു കൊടുക്കുക. നീ എന്നെ നോക്ക്, ഞാൻ എന്ത് മാത്രം ശാന്തനാണെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ എന്നെ കണ്ടിട്ടെന്ന് ബാലൻ അലീനയോട് ചോദിക്കും കേട്ടോ. നീ ധൈര്യമായിട്ട് ഇരിക്കും. പോയ ദിവസങ്ങളിലൊക്കെ ഞാൻ എങ്ങനെ പ്രകമ്പനം കൊണ്ട് നടക്കുകയായിരുന്നു എന്ന് ബാലൻ ഇങ്ങനെ പറയുവാണ്. എൻ്റെ ഉള്ളിൽ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇടിമിന്നലും കോലിളക്കവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം ഞാൻ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ മാറിയില്ലേ എന്ന് ചോദിച്ചു. അന്നേരം മാറി, കൊച്ചു കുട്ടിയായെന്ന് അലീന പറയാം. അപ്പം എന്തുകൊണ്ടാ? അത് പിന്നെ ഞാനുള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അലീന. അങ്ങനെയുള്ള നീ എൻ്റെ ആയതുകൊണ്ടാണെന്ന് പറയാം. എൻ്റെ മോളായതുകൊണ്ടാണെന്ന് ബാലൻ അലീനയോട് പറയുമ്പോൾ ഉണ്ടല്ലോ, അലീനയുടെ മനസ്സും കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ബാലനൊരു തകർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെ നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.